ഈ ഒരു കുഞ്ഞൻ സാധനം നോക്കി വെച്ചോട്ടോ. ഇത് അടിപൊളി സംഭവമാണ്. നല്ല അടിച്ച് പതപ്പിച്ച ചായയോ കാപ്പിയോ കോൾഡ് കോഫിയോ ഒക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അഗാരോൻ്റെ മിൽക്ക് ഫ്രോത്തറാണ് കേട്ടോ ഇത്. എൻ്റെ കയ്യിൽ ഇതിനു മുമ്പ് അഗാരോൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് ഉണ്ടായിരുന്നത് കേർഡ് മേക്കറാണ് കേട്ടോ, യോഗേർട്ട് മേക്കർ. അതും അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരും. 2 സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒന്ന് ചായ പതപ്പിക്കാനുള്ള ഇതും, പിന്നെ നമ്മുടെ അത്യാവശ്യം മുട്ട പതപ്പിക്കുക, പാൻ കേക്ക് ഉണ്ടാക്കുക, അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസ്കുമാണ് ഉള്ളത്. പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണ്, റീചാർജബിൾ ആണ്, ബാറ്ററിയുടെ ഒന്നും ആവശ്യമില്ല. 3 തരം സ്പീഡുണ്ട്, സ്ലോ ആയിട്ടും മീഡിയം ആയിട്ടും അടിപൊളി സ്പീഡിലും ഇത് കറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു 1/2 കിലോൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ വിസ്ക് തന്നെ ധാരാളമാണ് കേട്ടോ. നമ്മൾ വലിയ സംഭവങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് കേട്ടോ. ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വയറൊക്കെ ഊരി വെച്ചിട്ട് ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഒരു വട്ടം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ നാളത്തേക്ക് ഇതിൻ്റെ ചാർജ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തന്നെ ഇത് ഏകദേശം 1 മാസത്തോളമായി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം ഞാനൊരു സിംഗിൾ മുട്ട പൊരിക്കുന്ന ഇത് കാണിക്കാം കേട്ടോ. നല്ല അടിച്ച് പതപ്പിച്ച മുട്ട പൊരിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഈ വിസ്കാണ് യൂസ് ചെയ്യണത്. ഇത് ഫിറ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഏത് സ്പീഡിലാണോ വേണ്ടത് അതിനനുസരിച്ച് സ്പീഡ് സെറ്റ് ചെയ്തിട്ട് വെച്ചു കൊടുത്ത് അടിപൊളിയായിട്ട് പതഞ്ഞ് പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ. ഞാനൊരു കോഫി ലവറല്ല, പക്ഷേ എനിക്ക് കോൾഡ് കോഫി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കോൾഡ് കോഫി നമ്മൾ വിചാരിച്ച പോലെ ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് യൂസ് ചെയ്താലൊന്നും കിട്ടില്ല. അതിന് ഈ ഫ്രോത്തർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ബ്ലേഡ് മാറ്റി ഫ്രോത്തറിൻ്റെ ബ്ലേഡ് ഇട്ടു. അതിനുശേഷം നമ്മളിതാ കോഫി പൗഡറും പഞ്ചസാരയും നല്ല തിളച്ച ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഇട്ടിട്ട് ഈ ഫ്രോത്തർ വെച്ച് നല്ല സ്പീഡിൽ തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ കിട്ടും. കണ്ടോ, ഇപ്പോൾ നോക്കിയാൽ കാണാൻ നല്ല ക്രീം പോലെയാണ് ഇതിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എത്ര തണുപ്പ് വേണോ അത്രയും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല പാല് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പതഞ്ഞ് ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഒരു കോൾഡ് കോഫി ആയിരിക്കും. മുകളിൽ ബൂസ്റ്റോ ചോക്ലേറ്റ് പൗഡറോ അല്ലെങ്കിൽ കോഫി പൗഡറോ ഒക്കെ ഇട്ട് കൊടുത്ത് അടിപൊളി കോഫി റെഡിയാണ്. അപ്പോൾ നല്ല അടിച്ച് പതപ്പിച്ച ചായയും കാപ്പിയും ഒക്കെ ഇഷ്ടമുള്ളവർ ഈ മിൽക്ക് ഫ്രോത്തർ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.